വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1, 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ശിമയോന്റെ അമ്മായിയമ്മ. യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിലെത്തി. ശിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്കു പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവനെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചു ബാധിതരുമായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. യേശുവിന്റെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ. പരസ്യ ജീവിതത്തിൽ ആരംഭകാലത്ത് യേശുവിന്റെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏകദേശം ഒരു അറിവ് നൽകുന്ന ഒന്നാണ് ഇന്നത്തെ സുവിശേഷം എന്ന് നമുക്ക് കാണാവുന്നതാണ്. പ്രഭാതത്തിൽ തന്നെ യേശു തന്റെ ശിഷ്യന്മാരുമൊത്ത് അടുത്തു തന്നെയുള്ള സിനഗോഗിലേക്ക് പ്രാർത്ഥനാ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനായി പോകുന്നു. പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് ശേഷം യേശു സിനഗോഗിൽ നിന്ന് പുറത്തു വന്നപ്പോൾ യേശുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇടവരുന്നു, പത്രോസിന്റെ ഭാര്യ മാതാവ് സുഖമില്ലാതെ പത്രോസിന്റെ വീട്ടിൽ കിടക്കുകയാണ് എന്ന്. സമാന്തര സുവിശേഷങ്ങളെ എല്ലാവരും തന്നെ പറയുന്നതനുസരിച്ച് നമുക്ക് ന്യായമായി ഊഹിക്കാം, പത്രോസിന്റെ ഭാര്യ മാതാവ് സുഖമില്ലാതെ കിടന്നിരുന്നത് പത്രോസിന്റെ തന്നെ വീട്ടിലായിരുന്നു എന്ന്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മരുമകനെ സന്ദർശിക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോ പിടിപെട്ടതായിരിക്കാം അമ്മയ്ക്ക് ആ പനി. അതുകൊണ്ട് മരുമകനും സഹോദരൻ അന്ത്രയോസും ഒരുപക്ഷെ യേശുവിന്റെ കൂടെ സിനഗോഗിൽ അന്ന് പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ ഇടവന്ന് കാണുകയില്ല എന്നും ഊഹിക്കുന്നതിൽ തെറ്റില്ല. അമ്മ സുഖമില്ലാതെ കിടക്കുന്നു എന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ട യേശു യാക്കോബും യോഹന്നാനും മറ്റ് ശിഷ്യന്മാരോടൊത്ത് ആ വീട്ടിലേക്ക് പോകുന്നു. അമ്മ സുഖമില്ലാതെ കിടക്കുന്ന ആ മുറിയിൽ യേശു പ്രവേശിച്ച് കുശലപ്രശ്നങ്ങളൊക്കെ നടത്തിയതിനു ശേഷം പ്രാർത്ഥനാനിർഭരമായി നിമിഷങ്ങൾ കഴിച്ച് യേശു ആ അമ്മയെ കൈപിടിച്ചുയർത്തുന്നു. സുവിശേഷകൻ നമ്മോടായിട്ട് പറയുന്നു, തൽക്ഷണം തന്നെ ആ അമ്മയെ പിടിപെട്ടിരുന്ന പനിയിൽ നിന്ന് അമ്മ വിമുക്തയായി. പൂർവാധികം ആരോഗ്യവതിയായി കാണപ്പെട്ടു അമ്മ. അതിനുള്ള നന്ദിയും കടപ്പാടും യേശുവിനോടും ശിഷ്യന്മാരോടും കാണിക്കുന്നതിനു വേണ്ടി കൂടെ എന്ന് വിചാരിക്കുന്നത് തെറ്റില്ല. നല്ല ഒരു വിരുന്ന് തന്നെ ആ അമ്മ അവിടെ സംഘടിപ്പിക്കാൻ ഇടവരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇരിക്കുന്ന അവസരത്തിലാണ് യേശു പത്രോസിന്റെ ഭവനത്തിൽ സന്നിഹിതനാണ് എന്ന വിവരം കഫർനൗം പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും പെട്ടെന്ന് പരന്നു. യേശു കടന്നു വന്ന ആ വീടിന്റെ അടിത്തറ ഇന്നും അവിടെ കഫർനൗമിൽ സംരക്ഷിക്കപ്പെട്ടു പോരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് നേരിൽ സന്ദർശിക്കുന്നതിനുള്ള അവസരം എനിക്ക് ലഭിച്ചത് നന്ദിയോടുകൂടെ ഞാൻ സ്മരിക്കുന്നു. യേശു അവിടെ ആ വീട്ടിൽ ഉണ്ട് എന്ന് കേട്ട മാത്രയിൽ തന്നെ പട്ടണവാസികളും ഗ്രാമവാസികളും യേശുവിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി യേശുവിന്റെ അടുത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയെന്നാണ് വിവരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ജനങ്ങളിൽ പലരും രോഗികളാണ്. ദുരാത്മാക്കളാൽ ബാധിക്കപ്പെട്ടവരും അവരിൽ പലരും ഉണ്ടായിരുന്നു എന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു. യേശു അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ അവർക്കൊരു അനുഗ്രഹമാകത്തക്ക വിധത്തിൽ പ്രവർത്തന നിരതനാകുന്നു. എല്ലാവർക്കും അനുഗ്രഹപ്രദമായിട്ടുള്ള നിമിഷങ്ങളായിട്ട് അത് മാറുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്നു, മനസ്സിന് വിഷമമുള്ളവരെ സ്വാന്തനാക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ യേശു മുഴുകുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇവിടെ ഒരു വൈരുദ്ധ്യം നമുക്ക് സുവിശേഷൻ കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സുബോധമുള്ള മനുഷ്യരെ യേശുവിനെ തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ സുബോധം നഷ്ടപ്പെട്ട ദുരാത്മാക്കളാൽ ബാധിക്കപ്പെട്ട ആളുകള്, രോഗികളായിട്ടുള്ള ആളുകള് യേശുവിനെ യഥാർത്ഥ തിരിച്ചറിയുന്നു. യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും
പരിശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും അവര് തിരിച്ചറിയുകയും അത് ഉറക്കെ സാക്ഷ്യപ്പെടുത്താനും അവര് മുന്നോട്ട് വരുന്നതായിട്ട് നാം സുവിശേഷങ്ങളിൽ കാണുന്നു. ഇന്നത്തെ സുവിശേഷത്തിലും അത് നമുക്ക് ദർശിക്കാം. അപ്പൊ മനുഷ്യന്റെ സുബോധം ചില സത്യമായിട്ടുള്ള ബോധത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ ഇടവരാത്തത് കൊണ്ടാണോ ദുരാത്മാക്കളാൽ ബാധിക്കപ്പെട്ടിട്ടുള്ള സുബോധം നഷ്ടപ്പെട്ടുള്ള ആളുകളെ യേശുവിനെ തിരിച്ചറിയുന്നു? ഈ അവസരത്തിലൊക്കെ പരക്കെ സമൂഹം തന്റെ യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വം അംഗീകരിക്കാനുള്ള പ്രാപ്തി, അതിനുള്ള അവസരം സമാഗതമായിട്ടില്ല എന്ന് അറിയാവുന്നത് കൊണ്ടും കൂടി ആയിരിക്കാം യേശു അവരെയൊക്കെ കർശനമായ രീതിയിൽ മുടക്കുന്നു. അവരെയൊക്കെ നിശബ്ദരായിരിക്കുവാൻ യേശു നിർദ്ദേശിക്കുന്നു. അങ്ങനെ ആ ദിവസം വൈകിട്ട് യേശു പ്രവർത്തനനിരതമായി മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ഒരു സഹായിയായും അവർക്ക് ഒരു അനുഗ്രഹമായിട്ടും തീരത്തക്ക വിധത്തിൽ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന യേശുവിനെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് കാണുന്നതിൽ തെറ്റില്ല.